മുണ്ടേരി ഫാമിലെ തൊഴിലാളി നിയമനം ഭരണമാറ്റത്തോടെ അട്ടിമറിക്കുന്നതിനെതിരെ സിപിഐഎം എടക്കര ഏരിയ കമ്മിറ്റി ഫാമിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. സിപിഐഎം ജില്ലാ സെക്രട്ടറി വി.പി. അനിൽ സമരം ഉദ്ഘാടനം ചെയ്തു. ആ നിയമന ഉത്തരവും മേടിച്ച് ഒരു ഗവൺമെന്റിന്റെ ഉത്തരവും മേടിച്ച് ഇവിടെ ജോലിക്ക് വേണ്ടി നിയമനം കിട്ടുന്നതിന് വേണ്ടി ജൂൺ മാസം 1-ാം തീയതി ഇവിടെ എത്തിച്ചേരുകയാണ്. ആ സന്ദർഭത്തിലാണ് പറയുന്നത് നിയമനം റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ളത്. ഇത് എവിടുത്തെ കാര്യമാണ്? നിയമനം റദ്ദാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവുണ്ടോ? എവിടെയാണ് ഉത്തരവ്? അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഒരു ഫോൺ കോൾ വഴി പ്രിൻസിപ്പൽ കൃഷി ഡയറക്ടർ വെങ്കിട്ടരാമൻ IAS, വളരെ പ്രസിദ്ധനായ IAS കാരനാണ്, കുപ്രസിദ്ധി നേടിയിട്ടുണ്ട്. ആ IAS കാരൻ ഒരു ഫോൺ കോൾ വഴി ഇവിടെ അറിയിപ്പ് കൊടുത്തു എന്നുള്ളതാണ് പറയുന്നത്. ആ അറിയിപ്പ് എന്താണ്? ഉത്തരവായി കൊടുക്കാത്തത്. നിലമ്പൂർ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന നിയമന നടപടിക്രമങ്ങൾ പാലിച്ച് കായികശേഷി പരിശോധിച്ച് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി നിയമനം ഉത്തരവും ലഭിച്ച 51 തൊഴിലാളികളെയാണ് ജോലിയിൽ പ്രവേശിപ്പിക്കാതെ UDF സർക്കാർ നിയമനം അട്ടിമറിക്കുന്നത്. 356 തൊഴിലാളികളാണ് ഫാമിൽ ആവശ്യമുള്ളത്. 302 പുരുഷന്മാരും 54 സ്ത്രീകളും നിലവിൽ 296 പേരാണ് ഉള്ളത്. 365.29 ഹെക്ടർ സ്ഥലത്താണ് ഫാമിൽ കൃഷിയുള്ളത്. തൊഴിലാളികളുടെ കുറവ് ഫാമിനെ തകർച്ചയിലേക്ക് നയിക്കുന്ന ഘട്ടത്തിലാണ് നിയമനം അട്ടിമറിക്കുന്നത്. ഇതിനെതിരെയാണ് മാർച്ച് സംഘടിപ്പിച്ചത്. സിപിഐഎം എടക്കര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തമ്പുരാട്ടിക്കലിൽ നിന്നും ആരംഭിച്ച മാർച്ച് മുണ്ടേരി ഫാം ഗേറ്റിൽ പോലീസ് തടഞ്ഞു. ഏരിയ കമ്മിറ്റി അംഗം P. സഹീർ അധ്യക്ഷനായി. ഗവൺമെന്റ് ഫാം വർക്കേഴ്സ് യൂണിയൻ CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് CA വേലായുധൻ, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി V. ഷിബു, സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ AT റെജി, M. സുകുമാരൻ എന്നിവർ സംസാരിച്ചു. സിപിഐഎം എടക്കര ഏരിയ സെക്രട്ടറി T. രവീന്ദ്രൻ സ്വാഗതവും പോത്തുകല്ല് ലോക്കൽ സെക്രട്ടറി മുസ്തഫ പാക്കട നന്ദിയും പറഞ്ഞു. SS Gold, Pure Gold. SS Group, നിലമ്പൂർ.